നമ്മള് ഇന്നുമോൾക്ക് ഇങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട്. ആള് ഞങ്ങള് നാളെയാണ് അവള് കൊച്ചിക്ക് പോണത് കേട്ടോ. അപ്പൊ അത് പറയാൻ അറിയാഞ്ഞിട്ടാണോ ചാനൽ തുടങ്ങാൻ? കുട്ടൻ പോയതിന്റെ ആ ഒരു വേദന എപ്പോഴും ഇതുവരെ ഒരു ഇങ്ങനെ അപ്ഗ്രേഡ് ആയിട്ടില്ല. ഒരു 4 വർഷം യൂട്യൂബ് തുടങ്ങിയപ്പോ ഒരേപോലെ ലൈഫ് പോയത്. നല്ല നല്ല അതെ, അതൊക്കെയാണ് പുതിയ ഓപ്ഷനുകൾ. ഹലോ നെഗറ്റീവ്. ഹലോ ഹാരിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു സന്തോഷമല്ല, നല്ലൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ താത്ത എനിക്ക് തന്ന മാക്സിയാണ് കേട്ടോ. ഇത് ഞാൻ അടുത്ത വ്ളോഗിൽ ഞാൻ വിശദമായിട്ട് കാണിക്കാം. ഇതല്ല ഇന്നത്തെ വിശേഷം. നമ്മൾ പ്രേക്ഷകർ കുറേ കാലമായിട്ട് ചോദിക്കുന്ന, ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന, ഇന്നുമോള് അതിലേറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. നമ്മളെ ഇന്നുമോൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജോലി അവൾക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഇന്നുമോൾക്ക് ഇങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട്. ആള് ഞങ്ങള് നാളെയാണ് അവള് കൊച്ചിക്ക് പോണത് കേട്ടോ. അപ്പൊ നമ്മളതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെ ആകെ ഓരോ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അറേഞ്ച്മെന്റിന്റെ വിശേഷങ്ങളും ഓള് പോണ കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്നുമോൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് പ്രേക്ഷകർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെയാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും പലരും ചോദിക്കും, ഇന്നുമോൾക്ക് ജോലിയായോ എന്ന് ചോദിക്കും. ഞാൻ പറയും പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ ഡാറ്റ എൻട്രി പഠിച്ചോണ്ടിരിക്കുകയാണ് അറിയും. അതിപ്പോ അപ്പൊ ഇന്നുമോൾക്കൊരു ജോലി കിട്ടുന്നത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയും. ഇന്നുമോൾക്കൊരു ജോലി കിട്ടുന്നത് വളരെ ആവശ്യമാണ് എന്നുള്ളത്. എങ്ങനെ നമ്മളെ പ്രാർത്ഥന, നമ്മളെല്ലാരും പ്രാർത്ഥന കാരണം അടച്ചോൻ കേട്ടു. നമ്മൾക്ക് ജോലി സെറ്റ് ആയിട്ടുണ്ട്. എയർ ഹോസ്റ്റസ് ആയിട്ടല്ല കേട്ടോ ജോലി കിട്ടിയിരിക്കുന്നത്. അതിന് അവള് കുറച്ചും കൂടി അധ്വാനിക്കേണ്ട ആവശ്യമുണ്ട്. BMI കറക്റ്റ് ആക്കണം, പിന്നെ വേറെയും കുറെ നേരാക്കാനുണ്ട്, പിന്നെ വർക്കിംഗ് എക്സ്പീരിയൻസിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതും എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ എന്താണെങ്കിലും അവൾക്കൊരു ജോലി വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ നമുക്ക് 2026 ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ള എന്നെ സംബന്ധിച്ചും നമ്മള് ഇവൾക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് ആഗ്രഹം എന്നുള്ളതിന്റെ മേലെ ആവശ്യം കൂടി ആയിരുന്നു. അതെ, അങ്ങനെ. അപ്പൊ നമ്മള് 2026 ആദ്യത്തെ ഗുഡ് ന്യൂസ് നമ്മളെ ഇന്നുമോൾക്ക് ജോലി കിട്ടി എന്നുള്ളതാണ്. തുടക്കം തന്നെ നല്ല ന്യൂസ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതെ അതെ. നമ്മള് ഈ 2025 നമുക്ക് അത്യാവശ്യം നല്ല വർഷം തന്നെ ആയിരുന്നു കേട്ടോ. 2025 എനിക്ക് ഒന്ന് പറഞ്ഞോട്ടെ. 2025 എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു. നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. 2024 നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയതെന്നുണ്ടെങ്കിലും അപ്പോൾ വന്നപ്പോൾ ഒരു അങ്കലാപ്പല്ലായിരുന്നു. ഒരു ഒക്ടോബറിൽ 2024 ഒക്ടോബറിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബറും നമ്മൾ ഒരു അങ്കലാപ്പിലായിരുന്നു. പക്ഷെ 2025 ജനുവരി ഒക്കെ ആയപ്പോൾ നമ്മൾ ആ ഫ്ലോയിൽ പോയി. അപ്പൊ എങ്ങനെയാണ് ഒറ്റക്കൊരു ഫാമിലി കൊണ്ടു നടക്കുക, ഒറ്റക്കൊരു കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം, വേറെ വരുന്ന നെഗറ്റീവ് കമന്റ്സിന് നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിച്ച് നിൽക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഒറ്റക്ക് ജീവിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി. നമുക്കൊരുപാട് മാനസികമായിട്ട് ഒരുപാട് കുറച്ചുകൂടി സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു 25 അല്ലേ. കുറെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റി, നടത്താനും പറ്റി. കുറച്ച് പ്രത്യേകിച്ച് കുറച്ച് ശ്വാസം വിട്ട് ജീവിക്കാൻ പറ്റി. അതൊക്കെ 2025 ഭയങ്കര. ഞങ്ങൾ 2024 വരെ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് വിചാരിച്ചതല്ല. 2024 ലാസ്റ്റ് ആയപ്പോ ഇങ്ങനെ ചേഞ്ച് വന്നത്. ആ ചേഞ്ചിക്ക് വന്നപ്പോഴും അതൊന്നും ഞങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടില്ല. ഒന്നും ചിന്തിക്കാതല്ലേ പോകുന്നത്. അപ്പൊ 2025 ആയപ്പോ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകും, അങ്ങനെ സെറ്റായി. അങ്ങനെ ഇപ്പോഴും ഫ്ലോയിൽ തന്നെ കേട്ടോ പോണത്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് റെഡിയാണ്. നമ്മൾ ഇതാണ് നമ്മളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ, ഇവിടുന്ന് അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് മേപ്പോട്ട് വെക്കാൻ എന്ത് ചെയ്യണം എന്നില്ല അങ്ങനത്തെ ഒരു പ്ലാനുമായിട്ടാണല്ലോ പോകുന്നത്. നമ്മൾ ആദ്യം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ശരിയാവോ, ഇതിങ്ങനെ ആവോ ഇങ്ങനെ ആവോ എന്നൊക്കെ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇപ്പോൾ കറക്റ്റ് ഒരു വഴിയിലാണ് പോണത്. അപ്പോൾ എൻ്റെ 2025 എങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞു. ഇനി 2026 ആദ്യത്തെ നമ്മളെ വീട്ടിലത്തെ ആദ്യത്തെ അച്ചീവ്മെന്റ് അതും പറഞ്ഞു. നമ്മൾ
ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? നമ്മൾ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് ന്യൂ ഇയർ സെലിബ്രേഷന് വന്നിരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും 2025 എങ്ങനെയായിരുന്നു, 26 എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. 25 എങ്ങനെയായിരുന്നു, 26 എങ്ങനെയാവണം അങ്ങനെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വിശേഷമൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. നമ്മളൊരു ഇത് നമ്മളൊരു ക്യുക്ക് വീഡിയോ ആണ്. അതായത് കുറെ ആലോചിച്ച് പറയാനും പറ്റില്ല. അതാ മൈക്ക് പിടിച്ചോ, ഈ സൗണ്ട് ഇതിൻ്റെ മുന്നിൽ പോകണ്ട. അതായത് കഴിഞ്ഞ വർഷം നിനക്കുണ്ടായ സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, അതായത് ഇനി അടുത്ത വർഷത്തെ പ്രതീക്ഷകൾ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടത്. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ന്യൂ ഇയറിലത്തെ ക്ലീശ ചോദ്യം. ക്ലീശ ചോദ്യം. എനിക്ക് തോന്നുന്നു ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പൊ ഈ ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ 4 വർഷത്തിൽ വർഷങ്ങൾ എപ്പോഴാ കഴിഞ്ഞെന്ന് പോലും അറിഞ്ഞിട്ടില്ല. അത് ഒരേപോലെ തന്നെയായിരുന്നു. പ്രത്യേകിച്ചൊരു വലിയ ഹൈപ്പോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഡൗൺ അങ്ങനൊന്നും തോന്നിയിട്ടില്ല. നല്ല സന്തോഷമായിരുന്നു. കഴിഞ്ഞ വർഷം അങ്ങനെ ഭയങ്കര സങ്കടങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ കല്യാണം, ഷെഫ്കുട്ടിന്റെ എൻഗേജ്മെന്റും യാമിക്കുട്ടി അങ്ങനെയൊക്കെ ആയിട്ട് കുറെ നല്ല രസങ്ങൾ നല്ലതായിരുന്നു. ഈ ഹോപ്പ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇങ്ങനെ അപ്ഗ്രേഡ് ആയിട്ടില്ല. ഒരു 4 വർഷമായിട്ട് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഒരേപോലെ ലൈഫ് പോയത് സന്തോഷമായിട്ട് കേട്ടോ. ഇനി അടുത്ത വർഷമെങ്കിലും അതിന് എന്തെങ്കിലും വേറൊരു പുതിയൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യുന്ന ജോലി തന്നെ കുറച്ചും കൂടി നന്നാക്കി ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. ഹാപ്പിയാണ്, അന്ന് ഹാപ്പിയാണ്, ഇനി ഹാപ്പി ആയിട്ടിരിക്കണം. ഇനിയിപ്പോഴത്തെ ഹാപ്പിനെസ്സിന് കുറവില്ലേ? ഈ ഹാപ്പിനെസ് ഇങ്ങനെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, എന്നതാ ഇനി അടുത്ത ആള്. ജന്റെ വേണം പറയാന്. കഴിഞ്ഞ വർഷം അതെ 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 കവിതാത്മകമായിട്ട് അതിനെ വരട്ടെ കണ്ടേ. ഇത് കട്ടില്ലാത്ത വീഡിയോ ഉണ്ടോ? ഉണ്ടായിരുന്നത് കാര്യമില്ല. കട്ടില്ലാതെ നേരെ അപ്ലോഡ് ചെയ്യാൻ സാധനം. ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം അതിന്റെ മുകളിൽ കിടന്നേ ഒച്ച വരും. പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഞാൻ വായിക്കണേ എനിക്ക് എഴുതാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം എൻ്റെ ലൈബ്രറിയിലത്തെ ആൾ തന്നെയാണ് പറഞ്ഞത് എഴുതി നോക്കുമായിരുന്നു. അങ്ങനെയാണ് എഴുതി നോക്കിയിട്ട് കുറച്ച് ഓൺലൈൻ മാസികയിൽ അങ്ങനെ എഴുതാൻ പറ്റി. 2 പുസ്തകങ്ങളിലും എൻ്റെ കവിത അച്ചടിച്ചു. അടുത്ത വർഷമെങ്കിലും നിങ്ങളെ യൂട്യൂബ് ചാനൽ നിങ്ങളെ വീട്ടുകാരുടെ വിശേഷങ്ങൾ കാണാൻ നമുക്ക് പ്രേക്ഷക സാധിക്കോ, കാണിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത വർഷം അതിന് സാധിക്കുമെന്ന് കരുതുന്നു. എന്നാ ഈ വർഷം അടുത്ത വർഷം. അതെ, ഈ വർഷം തന്നെ. ഈ വർഷം അല്ല മറ്റേ അപ്പൊ ഈ വർഷം നമ്മളെ ഹോം ടൂറും ലൈഫ് സ്റ്റൈലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. അതെ, ഇവിടെ വീഡിയോ ബേക്കാൻ പറ്റുന്നില്ല. ബൈക്കുമ്പോൾ നല്ല പുജു സൗണ്ട് ഉണ്ടാവും. ഇനി അടുത്ത ഞാനാണല്ലോ. ഞാൻ എൻ്റെ കഞ്ഞ വേറെ പറഞ്ഞോണ്ട്. ഇനി അടുത്ത ശരിയല്ല. യെസ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ, കോട്ടങ്ങൾ, ഇനി അടുത്ത വർഷത്തെ പ്രതീക്ഷകൾ, ഹോപ്പുകൾ. എനിക്കും അതൊന്നും കണക്കൂട്ടി വെച്ചിട്ടില്ല കേട്ടോ പറയാൻ. കോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ബൂബുക്കുട്ടൻ പോയതിന്റെ ആ ഒരു വേദന തന്നെയാണ് എപ്പോഴും ഉള്ളത്. അത് ഇനി ഈ കൊല്ലം അടുത്ത കൊല്ലം മേക്കൊല്ലം ഒക്കെ അതന്നെ കാര്യം നഷ്ടം. അതങ്ങനെ തന്നെയാണ്. പിന്നെ സന്തോഷങ്ങൾ പറഞ്ഞാൽ ഒക്കെ സന്തോഷങ്ങളുള്ള കാര്യങ്ങളായിരുന്നു. വീടൊക്കെ ഒന്ന് ഞാൻ വിചാരിച്ച പോലെ വീട് ഇരുന്ന മുതലും വീട്ടിൽ അവിടെ മാറ്റണം ഇവിടെ മാറ്റണം എന്നൊക്കെ വിചാരിച്ചൊക്കെ കൂടി ഒരു കൂട്ടിയിട്ട് ഒറ്റയടിക്ക് ഒക്കെ വൃത്തിയാക്കി. അതെനിക്ക് അതെൻ്റെ ഏറ്റവും ഉള്ളൊരു സന്തോഷമുള്ള കാര്യങ്ങൾ. ഈ വീട് നേരാക്കുക പിന്നെ ഷെഫ്മോന് പറഞ്ഞേക്കാൻ പറ്റിയില്ലേ? അത് ഷെഫ്മോനിക്ക് സന്തോഷമുള്ള കാര്യം. സന്തോഷം അല്ല, അവർക്കൊരു ജോലിക്കാരി മക്കൾക്ക് ജോലി ഉണ്ടാവാന്നുള്ളത് അതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെ. ഷെഫ്കുട്ടനെ ആഗ്രഹിച്ചിട്ട് ഷെഫ്കുട്ടനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാൻ പറ്റി. അത് ഭയങ്കര ഒരു അതിന്റെ ഒരുപുറം മറുപുറം ഉണ്ടാവില്ലേ? ഷെഫ്മോനെ പിന്നെ മിസ് ചെയ്യുണ്ടാവൂലേ? അതും ഒരു അതങ്ങനെ. അപ്പൊ യാമിക്കുട്ടി അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ല സന്തോഷമായൊരു വർഷമായിരുന്നു. ഹോപ്പ് എന്ന് പറഞ്ഞാല് കുറച്ച് മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആ ഹോപ്പിലാണ് ഇപ്പൊ പോണത്. ആ ഹോപ്പൊക്കെ നടക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ആരോടും പറയണില്ല. അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഓരോരോ പൊട്ട കാര്യങ്ങളൊക്കെയാണ്. അത് വരുമ്പോ ആക്കിയിട്ട് പറയാം. എന്തായാലും ശരിയാതെ വീഡിയോ മറ്റേ ഡ്രസ്സിന്റെ ലിങ്ക് എന്തായാലും എല്ലാവരും ചോദിക്കും. ഇതിന് ലിങ്ക് കിട്ടുന്നതല്ല, ഇത് ഞാൻ തയ്ച്ചതാണ്. ശീല എടുത്തിട്ട് തയ്ച്ചതാണ്. അതുകൊണ്ട് ഇതിന് ലിങ്ക് ഇല്ല. ഓക്കെ, ജാസ്മിൻ കുട്ടിക്ക് പിന്നെ ന്യൂ ഇയർ ആയിട്ട് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണ്. ഇതിന് ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഉണ്ടാവും കേട്ടോ. ഇതിന്റെ ലിങ്ക് ഉണ്ടാവും. ഇനി ലജിത്താക്ക് പിന്നെ പേരക്കുട്ടികളും വട്ടങ്ങളൊക്കെ ആയിട്ട് മയക്ക് പറയല്ലോ, അത് ഒഴിവ് കിട്ടുന്നില്ല എന്നാണ് കേട്ടത്. നജിത്ത പറയണത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പോലെ ഓൾക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ലെന്ന് പറഞ്ഞത്. ഇന്ന് അങ്ങനത്തെ ആളെ നമുക്ക് വേണ്ടതെന്ന് ഞാനും പറഞ്ഞു. അല്ല, അങ്ങനെ പറയാനറിയാമെങ്കിൽ ഞാൻ എന്താ പറയാൻ പറ്റില്ല. ചിലപ്പോൾ യൂട്യൂബ് ഇതും ഒക്കെ തുടങ്ങും. പറയാൻ അറിയാഞ്ഞിട്ടാണോ ചാനൽ തുടങ്ങാത്ത? ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതെ, ഇവിടെ തന്നെ തുടങ്ങട്ടെ ഇൻഷാ അല്ലാഹ്.
അതാണ് നെജിന്റെ ഹോപ്പ്. കൊല്ലം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇത്ര വേഗം വരുന്നു ഞാൻ വിചാരിച്ചില്ല. ആ കൊല്ലം എത്ര വേഗം വിചാരിച്ചില്ല. എന്നാലും കഴിഞ്ഞ വർഷം ഉണ്ടായ നേട്ടങ്ങള് ഞാനിത് എങ്ങനെ ഷേജ ഓരോ കുപ്പായിടും അതൊക്കെ ഇങ്ങോട്ട് അടിച്ചു തരാം, അതൊക്കെ അടിച്ചെടുത്ത് അങ്ങനെ ജീവിച്ചു പോണു. ഇനി അടുത്ത വർഷം എന്താവണം? അടുത്ത വർഷം എന്തൊക്കെ ആവണം എന്നൊക്കെ ഉണ്ട്, ഒക്കെ ആയാ മതി. ഉണ്ടാവും ഇൻഷാല്ലാ. ഈ നെജിത്താന്റെ മറ്റേ ചുരിദാറിന്റെ ലിങ്ക് എന്റെ ചുരിദാറിന്റെ ലിങ്കും ഞാൻ അടിച്ചത് തന്നെയാണ്. ആണോ? ഇതിന് ലിങ്കില്ലാത്ത ചുരിദാറാണ്. ഇനി ടീനേജേഴ്സിന് ചോദിക്കട്ടെ, നിങ്ങളെ വയസ്സന്മാർ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ടീനേജേഴ്സിന് പുതിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ കുറെ ഇമ്മച്ചി ഇതാ ഇരിക്കുന്നു ഇങ്ങോട്ട് പിടിച്ചാണി മൈക്കമ്മേ. അതെല്ലാരും പറഞ്ഞു കഴിഞ്ഞു. ഇമ്മച്ചിക്ക് കഴിഞ്ഞ വർഷേ എന്താ പറയാ മൈക്കായിക, ഇമ്മച്ചിക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും സന്തോഷം കൂടുതലുണ്ടായത് എന്താണ് പറയൂ. 5 മക്കളും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണാൻ സന്തോഷം തന്നെ അല്ലേ? പിന്നെ എല്ലാ വർഷങ്ങളും ഉണ്ടല്ലോ അല്ലേ? ഇനി അടുത്ത വർഷം എന്താ സ്വന്തമായിട്ട് പറയുമായിരുന്നേ, ഇതിപ്പോ പിരിപിരിയാക്കാൻ പറ്റൂല കേട്ടോ. പറയുന്നേ ഞാനിപ്പോ എന്താ ഒരു 10 പൈസ പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ, അതറിയാതെ ഉണ്ടാക്കാൻ പറ്റി. ഒരു മനുഷ്യന്മാരായിട്ട് പൈസ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, അമ്മക്ക് അങ്ങനെ തോന്നലുണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ അതുമല്ല അത് ഉണ്ടായിട്ട് അത് നല്ല അഭിപ്രായം പറയുമ്പോൾ അത് ഈ പൈസ കിട്ടുന്ന പോലെ തന്നെ അത് നല്ല സന്തോഷമാണ് എനിക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ തന്നെ ചോദിക്കണം, അതൊക്കെ തന്നെയാണ്. പിന്നെ അതേപോലെ 5 പെൺകുട്ടികളാണെന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ പറയുന്നു 5 പെൺകുട്ടികൾ. പക്ഷെ അന്നും എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല, എനിക്ക് 5 പെണ്ണാണല്ലോ ഒരു സങ്കടപ്പുള്ള. ഇപ്പോഴും അതേപോലെ തന്നെ സന്തോഷത്തിലാണ്. പോസിറ്റീവ് തോട്ടിന്റെ ആളാണ്. അതെ, ഞങ്ങളൊക്കെ വയ്യാതെ എന്തെങ്കിലുമൊക്കെ ആയ സമയത്ത് വയ്യാതിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രാവശ്യം പനി അങ്ങനെയൊക്കെ ആയ സമയത്ത് അവിടെ അമ്മച്ചിനോട് ആരോ ചോദിച്ചു പെൺകുട്ടികളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാന്ന്. അപ്പോഴും അതന്നെ അപ്പോഴും ഞാനും അത് ഞാൻ ഉണ്ടാക്കിയ പെൺകുട്ടികളല്ല, പടച്ചോൻ തന്നല്ല, അതിനെക്കൊണ്ടൊരു വയ്യ പടച്ചോൻ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ അന്ന് ഞാനത് 5 പെൺകുട്ടികൾ ഞാൻ എന്താ കൊണ്ട് ചെയ്യാന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അതിപ്പോഴും അതേപോലെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പോസിറ്റീവ് തോട്ടിന്റെ ആളാണ്. നല്ല വണ്ണം പെൺകുട്ടികളായാ മതി, അപ്പൊ അന്ന് അങ്ങനെ ആയാ മതി എന്ന് പറയുന്നു. ഒരുപാട് ആൺകുട്ടികളുള്ള ഫാമിലിയിലുള്ളവരും 4 പേരുള്ളവരൊക്കെ കുറെ ആൺകുട്ടികളുള്ളവരുണ്ട്. അപ്പൊ ഇമ്മച്ചിക്ക് 5 പെൺകുട്ടികളായിട്ട് അന്നൊക്കെ പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ. അതെ, പോലെ ആയിരുന്നെങ്കിൽ ആ ഒരു ചിന്തയിലായി. അതാണ് അതല്ല അമ്മാന്റെ പോസിറ്റീവ് തോട്ട് കൊണ്ട് തന്നെയാണ് അത് ഏകദേശം ഇങ്ങനെ ആവുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ എന്നെമ്മച്ചിയുടെ കാരണം പോലെ എന്നെമ്മച്ചി നല്ല ഈ 5 പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇമ്മച്ചിക്ക് ഓരോ പെൺകുട്ടികളെ കാണുമ്പോഴാണ് ഇഷ്ടം. അതാണ് ഒരുങ്ങി നിൽക്കുന്ന പെൺകുട്ടികളും അതൊരു തന്നെയാണ്. അതാണ് തീർച്ചയായിട്ടും ഒരുക്കങ്ങളും കാണാനും അതൊരു രസം തന്നെയാണ്. പിന്നെ ബിസിനസ് വളർത്തി വലുതാക്കണം, അതാണ് നല്ല നല്ല. അതെ, അതൊക്കെയാണ് പുതിയ ഓപ്ഷനുകൾ. പുതിയ ഡ്രസ് അത് ഇപ്രാവശ്യം ജാക്കറ്റ് അടിച്ച് ഇടല തുടങ്ങി. അത് എങ്ങനെ വരുമ്പോൾ ജാക്കറ്റ് സ്വന്തമായിട്ട് ഇടണം എന്നൊരു ആഗ്രഹമാണ്, അടിച്ചിടുന്നത്. അത് ആഗ്രഹിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കും ചെയ്യും. അതെ, എത്ര അത് ഇല്ലെങ്കിലും വൈക്കൂല. പിന്നെ തുന്നയിച്ചിട്ട് ആക്കിയാക്കിട്ട് പെടൽ തുടങ്ങി. ചുരിദാറാക്കണം, അതാണ് ഇനി അടുത്ത പരിപാടി. ഇനി അവിടെ വാപ്പ അവിടെ നോക്കട്ടെ. ഇനി എന്നാലും കിട്ടും നോക്കട്ടെ. അതെ, കിട്ടുന്ന വാപ്പ. കഴിഞ്ഞ വർഷം വാപ്പാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി അടുത്ത വർഷത്തെ വാപ്പാന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അടുത്ത വർഷം വാപ്പ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് വാപ്പാന്റെ അടുത്ത വർഷത്തെ പ്ലാനുകൾ? ഇതൊക്കെയാണ് നമ്മളെ പ്രേക്ഷകർക്ക് പറയണ്ടോ? വാപ്പാക്ക് എന്തെങ്കിലും പറയണം. കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, പക്ഷെ എന്തൊക്കെ കിട്ടി? ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, ഇനി അടുത്ത ഇത് പ്രതീക്ഷ എന്താന്ന് വെച്ചാല് ഒന്നും സംഭവിക്കൂല, ഇതേപോലെ തന്നെ ആയിരിക്കുന്നതാണ്, ഒരു ചേഞ്ച് വരില്ല.
ഇവിടെ പ്രകൃതിയുടെ ചേഞ്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവിടെ ഉരുൾപൊട്ടൽ, ഇവിടെ ഉരുൾപൊട്ടൽ, അല്ലോ നെഗറ്റീവ് അതുണ്ടാവും. അത് എന്നെ സംബന്ധിച്ച പ്രശ്നമില്ല. അത് പ്രകൃതിന് ആരും എടുത്താലും നിൽക്കൂല, അത് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് ഇന്ന് ഞാൻ എന്താണോ അത് തന്നെയാണ് നാളെ മറ്റന്നാളും. നമ്മുടെ മാനസിക ചിന്താഗതിയാണ് നാളെ എന്തോ ഞാനായിപ്പോവും, ഇല്ലെങ്കിൽ ഞാൻ ഡോക്ടർ അടിച്ചിട്ട് അതാവും ഇതാവും, കുറച്ച് ഭാവനകൾ. അടിച്ചാലും ലോട്ടറി അടിച്ചാ പിന്നെ നമ്മുടെ വിഷയത്തിൽ തെന്നി മാറി. എന്നാലും ഭാവനകൾ ചിന്തിക്കുകയാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അപ്പൊ അടുത്ത കൊല്ലത്തിൽ എന്താണെന്നുള്ളത് പ്രവചിക്കാൻ ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. അടുത്ത നിമിഷം പ്രവചിക്കാൻ കഴിയില്ല. പിന്നല്ലേ അപ്പൊ വാപ്പാന്റെ ചിന്താഗതികൾ പലതാണ്. അപ്പൊ നമുക്ക് അതിന്ന് ചിലർക്കൊക്കെ വായിച്ചെടുക്കാൻ പറ്റും പല പല കാര്യങ്ങൾ. ചിലർക്ക് ഒന്നും മനസ്സിലാവൂല. അതാണ് അത് ചിന്താഗതി. പക്ഷെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളെ അനുമോള് കഴിഞ്ഞ വർഷം എന്തൊക്കെ ഉണ്ടായി, ഇനി അടുത്ത വർഷത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഞാൻ അനുമോളുടെ? കഴിഞ്ഞ വർഷം കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചു ഒക്കെ സംഭവിച്ചു. പക്ഷെ പുതിയ വർഷം നല്ലപോലെ ആവണം. ഈ കഴിഞ്ഞ വർഷം നമുക്ക് ജോലി കിട്ടിയത്, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയിട്ടാണ് ജോലി കിട്ടിയത്. അതെ, അത് പല ജോലികളും ഇങ്ങനെ എന്താ സെർച്ച് ചെയ്തിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ജോലി കിട്ടി. അപ്പൊ ഇനി സാലറി കൂടാൻ വേണ്ടിട്ട് പെർഫോമൻസ് നന്നാക്കി എടുക്കണം. അതില്ല മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ അതൊക്കെയാണ്. പാടുകൾ നന്നാവട്ടെ. ഓ ഈ കുരിപ്പ് കുറക്കുന്നത്, നീ കുറക്കണ കുരിപ്പ് പറ. കഴിഞ്ഞ വർഷം എന്തൊക്കെ ഉണ്ടായി? കഴിഞ്ഞ വർഷമല്ലേ പൊന്നേക്ക് ഡിഗ്രി കിട്ടിയത്, ചാനൽ തുടങ്ങിയത്, ഐഫോൺ കിട്ടിയത്. ഞാൻ കൊറേ ആഗ്രഹിച്ച ഐഫോൺ കിട്ടി, ഐഫോൺ 16 Pro Max. അതെ, അപ്പിറങ്ങിയ സാധനം മേടിച്ചു, അതെനിക്ക് കിട്ടി. അതൊക്കെ 2025 നടന്നത്. ഭയങ്കര അച്ചീവ്മെന്റ്സ് ഉള്ള വർഷമല്ലേ എന്റെ. അതെ അതെ എയർപ്ലെയിനിൽ കയറിയത്. അതെ, കിട്ടിയതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ല. കഴിഞ്ഞ വർഷമാണ് അതെ, കൊറേ പോസിറ്റീവ് നടന്നത് കഴിഞ്ഞ വർഷമാണ്. ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് കഴിഞ്ഞ വർഷമാണ്. മൊബൈല് മേടിച്ചത്, ഡിഗ്രി കിട്ടിയത്, മൊബൈലോ ഐഫോൺ മേടിച്ചത്. കുറെ കാലത്തിന് ആഗ്രഹത്തിന് ശേഷം ഞാൻ ഐഫോൺ മേടിക്കണം കേട്ടോ. എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അത് മേടിക്കാൻ പറ്റി. അതൊക്കെ 2025 നടന്നത്. എന്റെ ഏറ്റവും സ്വപ്നങ്ങളൊക്കെ വിമാനത്തിൽ കയറുന്നത് ഐഫോൺ. ഇതൊക്കെ എന്റെ വലിയ വലിയ സ്വപ്നങ്ങളല്ലായിരുന്നോ? പിന്നെ സാധിക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് ക്യാബിൻ ക്രൂ ആവാൻ ഭയങ്കര ആഗ്രഹമായത് 2025 നടന്നില്ല. അത് 2026 നടക്കണം എന്നാണ് എന്റെ ഒരു ഇത്. പ്ലാനിങ്. അതെ, പ്ലാനിങ് ചെയ്യണം. അപ്പൊ 25 എനിക്ക് നല്ല വർഷമായി. അപ്പോൾ എല്ലാവരുടെയും 2025-26 ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമ്മൾ നാളെ രാവിലെ 5-5:30 മണിക്ക് കൊച്ചിയിലേക്ക് പോകണം. അങ്ങനെയാണ് നമ്മൾ കേട്ടോ. ഇന്നുമോളുടെ അവിടെ ഇന്നുമോൾ ട്രോളി ബാഗ് കേട്ടോ. വീട് ട്രൈപോഡ് വെച്ച കാരണം കൂടി ഇത്രയും കാണുള്ളൂ. അതൊക്കെ നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഇന്നുമോളുടെ ചാനലിലും നമ്മുടെ ചാനലിലൊക്കെ വീഡിയോ ഉണ്ടാവും. ഇന്നുമോളുടെ ചാനലിന്റെ പേര് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്നുമോൾക്കും അറിയില്ലെന്ന് തോന്നുന്നു. അതിന് ഈ വീഡിയോ ഇട്ട് എല്ലാവരും അറിയാം. മര്യാദക്ക് വീഡിയോ ഇല്ലാത്ത മനുഷ്യനായ കാരണം കൊണ്ട് കുറവാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇനി ഇന്നുമോള് ജോലിക്കൊക്കെ പോയാൽ കറക്റ്റായിട്ട് വീഡിയോ ഇടും അല്ലേ? ഇനി ഞാൻ ജോലിക്ക് പോയിട്ട് കൊച്ചിയിലുള്ള കാര്യങ്ങൾ എന്റെ വീഡിയോസിൽ കാണാം, ഇവിടെയുള്ള കാര്യങ്ങൾ മമ്മന്റെ വീഡിയോസിലും കാണാം. അപ്പൊ നമ്മൾ ഇന്നുമോളുടെ ചാനലിന്റെ പേര് ഇതാണ് കേട്ടോ, ഇന്നൂസ്. INNUZ. എല്ലാവർക്കും സുപരിചിതമായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ആ പേരിട്ട്. കാരണം എല്ലാവർക്കും ഇന്നുമോൾ എന്ന് അറിയുള്ളൂ. അല്ലാതെ എന്റെ പേര് ശിവനാശറി എന്നാണെന്ന് ആൾക്കാർക്കും അറിയില്ല. ഇന്നുമോൾ എന്ന് പുറത്ത് പോകുമ്പോൾ പോലും എല്ലാവരും ഇന്നുമോൾ എന്ന് വിളിക്കും. ഇന്നുമോളല്ലേ എന്ന് ചോദിക്കാറ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നൂസ് എന്ന് പേരിട്ടത്. അപ്പോൾ നമ്മുടെ ഇന്നുമോളുടെ ചാനൽ ഇതാണ്. അപ്പോൾ ഇനി ഇന്നുമോളുടെ വിശേഷങ്ങളും മോളുടെ ജോലി അവളുടെ കാര്യങ്ങളും ഒക്കെ അവളുടെ ചാനലിനോട് അപ്ഡേറ്റ് ചെയ്യും. നമ്മളെ ഇന്നുമോള് പെട്ടിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ നമ്മൾ 5:30 മണിക്ക് കൊച്ചിയിലേക്ക് ഇവിടുന്ന് പോയിട്ട് എന്താ പറയുക, അവിടെ അവളെ ആക്കി. എനിക്കിപ്പോൾ ഞാൻ ഒന്നും ഓൾ ഇന്റർവ്യൂവിന് പോയിട്ട് 10 ദിവസം ഇങ്ങനെ ഇന്റേൺഷിപ്പിന് പോയി വന്നിട്ടുണ്ട്. ഇന്റർവ്യൂവിന് പോയി വന്നിട്ട് ഒരു രാത്രി പോയി പിറ്റേ ദിവസമൊക്കെ വരവ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ആ ഒരു ലാഘവത്തിലാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാല്. ഇത് സ്ഥിരമായിട്ടൊരു ജോലിക്ക് വേണ്ടി പോവാണെന്നില്ല. ഇപ്പോഴും എന്റെ മൈൻഡിൽ അത് ഇപ്പോഴും വന്നിട്ടില്ല. ആ ഒരു സംഭവത്തിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷെ എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഞാൻ ഒറ്റക്ക് സായിക്കുട്ടി ഉണ്ടെങ്കിൽ അവന് ചെറിയ കുഞ്ഞല്ലേ. എനിക്ക് എപ്പോഴും നോ എന്ന് വിളിച്ചില്ലെങ്കിൽ ടൂണുകൾ മാറുന്നുണ്ടെങ്കിൽ പേരെന്താണ് ഇന്നോന്ന് വിളിച്ചില്ലെങ്കിൽ എന്റെ വലം കൈ ഇടം കൈ പറയാണെങ്കിൽ 2 കൈയും ഓളാണ്. അപ്പൊ ആ 1 പൊട്ടിക്കല് ജോലിക്ക് പോകുന്ന ഞാൻ വിചാരിക്കൂല. അപ്പൊ സെറ്റാണോ?
അപ്പം അങ്ങനെ ഞാനും സായിക്കുട്ടി മാത്രം ഒറ്റക്കാവും. ഇനിയിപ്പോ അങ്ങോട്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഉള്ളിലൊരു ടെൻഷനും പേടിയും അതൊക്കെ ഉണ്ട്. അതൊക്കെ ആ ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടെങ്കിലും കൂടെ ഞങ്ങളിങ്ങനെ ഇനിയിപ്പോ കരയാതിരിക്കണത് എന്താന്നൊക്കെ നിങ്ങള് ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോ. അറിയാൻ പാടുന്നില്ല, കാരണം ഇവിടെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഷെഫ്കാക്ക് അയർലാൻഡിലേക്കാണ് പോയിക്കണത്, അത്രയും ദൂരത്തേക്ക്. ഞാൻ ഇവിടെ ഒരു 3 മണിക്കൂർ എടുത്താൽ മതി ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് ഇമോഷണൽ ആയിട്ടുള്ള സംഭവം ഒന്നും അങ്ങോട്ട് വരുന്നില്ല. അല്ല, അതിന്റെ എനിക്കങ്ങനെ ഒട്ടും വരുന്നില്ല. കാരണം നീ ഇവിടെ അടുത്ത് തന്നെ ആണല്ലോ, എനിക്കെപ്പോഴും കാണാന്നില്ല. ആ ഒരു ടൂറ് പോണ പോലെ ആ ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. 2-3 ദിവസത്തേക്കൊക്കെ ടൂർ പോയിട്ടു അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഫീലാണ് എനിക്ക് ഇപ്പോഴും. ഞാൻ പണ്ടത്തെ ഞാൻ പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഞാൻ പണ്ട് തീരെ പുറത്തിറങ്ങാത്ത ആളായിരുന്നു. ഞാന് മറ്റേതുണ്ടല്ലോ, ഞാൻ വിദേശത്ത് പഠിക്കാൻ വേണ്ടിയാണ് പെരിന്തമണ്ണ വരെ വന്നത്. വരുമ്പോ നമ്മള് വീട്ടിൽ നിന്ന് പോവുക, തിരിച്ച് വീട്ടിൽ വരിക, അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കോളേജിൽ കുറച്ച് കഴിഞ്ഞപ്പോ 10 ദിവസം മാറിക്കുക, 2 ദിവസം മാറിക്കുക, അങ്ങനെയൊക്കെ വന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ ആ ഒരു പ്രശ്നം ഇപ്പൊ ഓക്കെ ആണ്. പിന്നെ ആളെ എപ്പോ വേണമെങ്കിലും കാണാം. പിന്നെ ആ 2 ആഴ്ചയിൽ ഒരിക്കലും വീട്ടിലേക്ക് വരാം. അതുകൊണ്ട് കരഞ്ഞു പിരിഞ്ഞ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒറ്റക്ക് ഞാനിങ്ങോട്ട് തിരിച്ചു വരുമ്പോ തീർച്ചയായിട്ടും എന്നെ മിസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആരെയും മിസ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ കിഞ്ചാന എന്താ കൊറിയ ആണോ? അപ്പൊ അങ്ങനെ നമ്മളെ ഇന്നുമോള് ജോലിക്ക് വേണ്ടിട്ട് പോവുകയാണ്. എല്ലാരും പ്രാർത്ഥിക്കൊണ്ടു, എല്ലാതും നല്ല പടിയായിട്ട് വരാന്. അവിടെ റൂമും കാര്യങ്ങളൊക്കെ നമ്മള് ഒക്കെ വിളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് അതൊക്കെ സെറ്റാക്കി ഓളെ ഒരു ഭാഗത്തേക്ക് ആക്കി സേഫ് ആക്കിയിട്ട് തിരിച്ചു വരണം. ബാക്കിയൊക്കെ ഞാൻ എൻ്റെ കയ്യിലാണ്. ഓക്കെ, ഓള് ജോലിയും കാര്യങ്ങളും ഒക്കെ എല്ലാ കാരണവും ഞാൻ അടുത്തടുത്ത വീഡിയോസ് ഞാൻ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാതും നല്ലപടിയായിട്ട് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇന്നുമോളുടെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അതുവരെ അസ്സലാമു അലൈക്കും. ബൈ.